വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. ഇന്ത്യയിൽ വിളമ്പുന്ന കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുറുക്ക് കാളനാണ്. അത് തന്നെയാണ് ഇന്നത്തെ റെസിപ്പി. വെന്ത കായലും ചേനയിലേക്ക് നെയ്യും തൈരും ഒഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഈ കാളൻ്റെ ഒരു പ്രത്യേകത. കാളൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഏത്തക്ക അല്ലെങ്കിൽ നേന്ത്രൻ കാ വേണം. പച്ച ഏത്തക്കയാണിത്. അതേപോലെ ചേന വേണം. ഇത് ഏകദേശം ഒരു 200 ഗ്രാം കാണും. രണ്ടും നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം. ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. കാ വന്നിട്ട് പീലർ വെച്ച് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതും വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കായും ചേനയും കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് അതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതലും തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം. ഈ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് ചതച്ചെടുക്കുന്നത്. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. കറിയിലേക്ക് ചേർക്കാനായിട്ട് നമുക്കൊരു 1/4 കപ്പ് തൈര് വേണം. അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഒന്ന് നോക്കാം. ഇവിടെ കായും ചേനയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളവും ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കാം. നമുക്കിതിനെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഈ കറി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ തൈര് ചേർത്തപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ അതൊന്ന് കുറച്ച് തിക്കായിട്ട് വരണം. അതായത് ഒരു നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയൂടെ ഇട്ട് കൊടുക്കുക. ഇവിടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം. താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നെയ്യാണ്. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാളനിലേക്ക് താളിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറുകിയ കാളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.